ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗെയിം ഫൈനലി ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദിവസം വീഡിയോയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. സോ ഈ 11:15 തന്നെ നമ്മുടെ ഗെയിം ഏകദേശം ഓപ്പൺ ആയി കഴിഞ്ഞു. ഞാൻ അപ്ഡേറ്റ് വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി, അപ്പോൾ തന്നെ ഗെയിമിലേക്ക് നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഡൗൺലോഡിൻ്റെയും കാര്യങ്ങളുടെ ലിങ്കും അപ്ഡേറ്റിൻ്റെ ഡാറ്റാ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. സോ ഞാൻ അറിയാതെ ഒന്ന് ടച്ച് ചെയ്തു ആയാലും ഗെയിം നേരെ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, അപ്പം ഗെയിം ഇപ്പോൾ ഓപ്പൺ ആയത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അതിനു മുമ്പ് തന്നെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ തന്നെ 15 MB ഒരു ഡാറ്റ ലൈവ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻസ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ 44 MB വേറെ ഒരു അപ്ഡേറ്റ്, അതുപോലെ തന്നെ 63 MB വേറെ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ സ്ക്രീനിൽ മിറർ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ 2025 ഈ ഫുട്ബോൾ അങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞു ഗൈസ്. കുറച്ച് അതുപോലെ തന്നെ സ്ട്രാപ്പ് ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. 12-ാം തീയതി മുതൽ 19-ാം തീയതി വരെ ഈ ഒരു സ്റ്റാർട്ടപ്പ് ക്യാമ്പയിനൊക്കെ ഉണ്ട്. അതിലിപ്പോൾ ഒരു ബൂസ്റ്ററിൻ്റെ ഒരു റിന്യൂവൽ കാർഡ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റോബർട്ട് ലെവൻഡോസ്കിയുടെ ഒരു കാർഡ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. അതുപോലെ തന്നെ ലോറിയോ സാന എന്നിവയാണ് ഇപ്പോൾ കൊണാമി നമുക്ക് ഫ്രീ ആയിട്ട് തന്നത്. ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ സെപ്റ്റംബർ നാഷണൽ POTWയിൽ കുറച്ച് പ്ലേസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കാണാം റൊണാൾഡോ ആണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ റൈസ്, ഡിമാർക്കോ, കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ നെയ്മർ ജൂനിയറുടെ എനിക്ക് തോന്നുന്നത് പാക്കാണ്. പിന്നെ മെസ്സിയാണ് ഇതിൽ ഹൈലൈറ്റ് ആയി കാണുന്നത്. മെയിൻ അംബാസിഡർ മെസ്സി തന്നെയാണ്. നേരെ ഷോപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. ഷോപ്പിൽ പാക്കിലാണ് ഗൈസ് കൊണ്ടുവന്നിട്ടുള്ളത്. 1800 കോയിൻ്റെ ഒരു പാക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കണ്ടൻറ്റ് നമുക്ക് കാണാം. ലയണൽ മെസ്സി ഡബിൾ ബൂസ്റ്റർ എപ്പിക്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ലയണൽ മെസ്സി, അതുപോലെ തന്നെ മാക്കാലിസ്റ്റർ, ഡിയോങ്, അതുപോലെ തന്നെ ഡെംബലെ, അൽവാരസ്, ഓട്ടോമെൻഡി, അക്യൂനിയ, അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ലിയോ മെസ്സിയുടെ എഡിഷൻ ഒരു സ്ട്രിപ്പും കൂടി അവർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെയ്മറിൻ്റെതാണ്. പിന്നെ ബാക്കിയുള്ളത് അതുപോലെ തന്നെ ഉണ്ട്. നെയ്മറിൻ്റെ ഇത് കാണുന്നുണ്ട്. മിക്കവാറും ഇതാണ് എല്ലാവരും എടുക്കേണ്ട ഒരു പാക്ക് എന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ കാര്യമായിട്ട് നമുക്ക് മിഷനിൽ സ്കില്ലപ്പ് എന്ന് പറഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് കാണുന്നുണ്ട്. അത് 50 കോയിനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതിൽ ഗൈസ്. ഇതെല്ലാവരും ഒന്ന് നോക്കി കളിക്കുക. അത്യാവശ്യം നല്ല ഗ്രാഫിക്സോട് കൂടിയാണ് ഗെയിം ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ബേസിക് അറ്റാക്കിങ്, അതുപോലെ തന്നെ നമുക്ക് സ്കില്ലിൻ്റെ ഒരു ടാറ്റിക്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്ന. സ്കില്ലപ്പ് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. പിന്നെ മാച്ച് പാസിൽ അതുപോലെ തന്നെ 500 കോയിന് ഇവർ നിരവധി ഐറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. അതിൽ തന്നെ 50 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇത് തന്നെയാണ്. അത്യാവശ്യം പ്രീമിയത്തിനൊക്കെ 500 കോയിൻ മാത്രമേ ഉള്ളൂ. അതാണ് മെയിൻ. പിന്നെ ഒബ്ജക്റ്റീവിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അതിൽ നമുക്ക് കാണാം ഇതിൽ കോയിൻസ് 50 കോയിനാണ് ഒന്ന് കാണുന്നത്. പിന്നെ ബയൻ്റെ ഫ്രീ ട്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കാണാം 28 ഫ്രീ ട്രൈ ഇപ്പോൾ ഞാനിവിടെ കാണുന്നുണ്ട്. അതൊക്കെ നോക്കി കണ്ട് കളിക്കുക. പിന്നെ ഡെയിലി ഗെയിമിൽ നമ്മൾ ഓപ്പൺ ആക്കി കളിക്കുകയാണ് ഗൈസ്. ഡെയിലി നമുക്ക് ഒറ്റത് ലാർജ് സ്കെയിൽ മെയിൻ്റെനൻസ് നമുക്ക് കാണാം. ഏതാ ഗ്രാഫിക്സ്, അടിപൊളിയാണ് ഗൈസ്. എൻ്റെ മോനെ, എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് നോക്കാം. ഇതിൽ നിരവധി കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പെനാൽറ്റി കിക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ആദ്യ പെനാൽറ്റി കിക്കോട് കൂടി നമ്മൾ ഗെയിമിലേക്ക് എൻ്ററായി ഗൈസ്. അപ്പം ഇതിൽ ഫസ്റ്റ് തന്നെ റിബറിയെയാണ് നമുക്ക് തരാൻ പോകുന്നത്. റിബറിയുടെ കാർഡ് വരുമെന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കൊണാമി ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ കണ്ടില്ല കുറേ നിരവധി കോയിൻസും കാര്യങ്ങളൊക്കെയാണ് കൊണാമി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗൈസ്, നമുക്ക് നേരെ പോകാനുള്ളത് ഈ ഗെയിം ഇപ്പോൾ നല്ല എന്താ പറയുക ബഗ്ഗായിട്ട് കാണും. കാരണം എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കോൺട്രാക്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെസ്സിയുടെ ഒരു ഫ്രീ ട്രൈ കാണാം. അത് അവർ പറഞ്ഞിട്ടുണ്ട് ഫ്രീ ആണ് കിട്ടുമെന്നുള്ളത്. 10 ട്രൈയിൽ ഉണ്ടാവും.
അതിൽ മെസ്സിയാണ്. മെസ്സി എന്തായാലും കിട്ടും. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രീ കൊടുത്ത് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇതിലൊപ്പടോ കിട്ടി ഗൈസ്. ഇതാണ് ഗൈസ് സീന് സാധനം. മെസ്സി ആയിരിക്കാം, മെസ്സി തന്നെ. ഇതിലെങ്ങനെയാണ് നമുക്കൊന്നൊരു പിടുത്തമില്ല. നമ്മൾ ഗെയിം ഓപ്പൺ ആയി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗൈസ്. അപ്പോൾ മെസ്സിയാണ് ഫസ്റ്റ് അടിച്ചിട്ടുള്ളത്. മെസ്സിയുടെ ഒരു സ്കില്ലും ടാറ്റിക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി ഗെയിം. ഫുള്ള് ഗ്രാഫിക്സ് ഫുള്ള് മാറി ഗൈസ്, ഫുള്ള് മാറി കഴിഞ്ഞു. അങ്ങനെ ഗെയിം ഫൈനലി നമുക്ക് ഓപ്പണായി. മെസ്സിയെയും നമുക്ക് കൊനാമി തന്നിട്ടുണ്ട്. ഡബിൾ ബൂസ്റ്റർ മെസ്സിയാണ് നമ്മൾ തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് കാണാൻ കഴിയും റൊണാൾഡോയുടെ POTW ആണ്. അതിൽ റൊണാൾഡോ, റൈസ്, അൽവാരസ് എന്നിവരൊക്കെ കാണാൻ കഴിയും. റൊണാൾഡോ ആണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. പിന്നെ മുസിയാല ഉണ്ട്. റൊണാൾഡോ 100 കയറാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ 28 ട്രൈ ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാം. ഫുള്ള് ബൂസ്റ്റ് കേസ്, ഫുള്ള് ബൂസ്റ്റർ. ഗോട്ടി, ഡേവിഡ്സ്, അതുപോലെ ബരേസി, പിന്നെ നിസ്റ്റോ പ്ലെയറുണ്ട്, പിന്നെ ഡേവിഡ്, സീമൻ, ഡിക്സൺ, അതുപോലെ തന്നെ കുറച്ച് പ്ലേസൊക്കെ ഇതിൽ ആഡ് ചെയ്ത് നിങ്ങൾ നോക്കാം. നമുക്ക് ട്രൈ ചെയ്യുന്ന വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. പിന്നെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൽ ടെർസ്റ്റഗനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ് ഫുള്ള് സീനാണ് ഗൈസ്. ഫുൾ അടിപൊളി പ്ലേയേഴ്സിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 28 ട്രൈ ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. പിന്നെ പാക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നു. പിന്നെ മാനേജേഴ്സ് ലിസ്റ്റിൽ നമുക്ക് നോക്കാൻ കഴിയും. ഇതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സ് ലിസ്റ്റ്, ടിക്കറ്റ്, അത് പിന്നെ വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഗൈസ് വലിയ മാറ്റങ്ങളൊന്നുമില്ല. പ്ലേയേഴ്സിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതാണ് എൻ്റെ സ്കോഡ്. അത്യാവശ്യം കുഴപ്പമില്ല. ആദ്യത്തെ ആ ഒരു ലുക്ക് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ നമുക്ക് മാച്ചും കാര്യങ്ങളൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ നോക്കാം. ഇതിൽ കോയിൻസ് കിട്ടുമോ എന്നൊക്കെ നോക്കാം. കോയിൻസ് കിട്ടാതിരിക്കില്ല. അത്രയും GB ആണ് ഒരു ഗെയിം ഓപ്പൺ ചെയ്യുമ്പം തന്നെ നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇതിൽ കോയിൻ ഇല്ല. അതുപോലെ തന്നെ ഇതിൽ കോയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിലൊക്കെ ഇവൻറ്റ് സ്മാർട്ട് അസിസ്റ്റ് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അത് ഓഫാണ്, അതെല്ലാവരും ഓൺ ആക്കിയിടണം. ഇതിൽ 50 കോയിൻ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ടെംപ്ലി ഫണ്ട് കോപ്പോണൻ്റ് വെച്ച് കളിക്കുന്നതാണ്. ഇതിൽ ഇല്ല. പിന്നെ ആയിട്ട് കളിക്കാനുള്ളതിൽ ഫ്രീ ട്രൈ ഉണ്ടാവും കേട്ടോ. ഇതിലൊക്കെ കണ്ടില്ല, ബൂസ്റ്ററിൻ്റെ റാൻഡം കാർഡ് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ 100 കോയിൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പാനിഷ് ഇവൻ്റ് ഉണ്ട്. ഇതിലാണ് ഫ്രീ ട്രൈ ഉണ്ടാകുക POTWയിൽ. അപ്പോൾ ഗൈസ് ഇതിൽ ചാൻസ് ഡീൽ, അതുപോലെ തന്നെ 500 ഫുട്ബോൾ പോയിൻ്റ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് കാണാൻ പറ്റുന്നത് എന്ന് പറയുന്നത്, എനിക്ക് പറയാനുള്ളത് ഗൈസ്, മെയിനായിട്ടുള്ളൊരു കാര്യം ബൂസ്റ്ററിന് വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക, കോൺട്രാ റിന്യൂവലിൻ്റെ ഐറ്റത്തിന് പോലുള്ള ഒരു കാർഡ് ഇതിൽ ആഡ് ആയിട്ടുണ്ട്. അത് ഡബിൾ ബൂസ്റ്റർ എപ്പിക്കിന് മാത്രമേ അങ്ങനെ കൊടുക്കാൻ പറ്റൂ എന്നാണ് തോന്നുന്നത് ഗൈസ്. പിന്നെ എൻ്റെ കയ്യിലുള്ള 28 ട്രൈ എന്ന് പറയുന്നത് നമ്മുടെ കോൺട്രാ റിന്യൂവലിൻ്റെ ഐറ്റമല്ലേ, ആ ഒരു ഇതാണ് 28 ഐറ്റത്തിൻ്റെ ഇതുള്ളത്. ഞാൻ എൻ്റെ കയ്യിൽ 110 കാർഡ് ഉണ്ടായിരുന്നു, അതിൻ്റെതാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒരു ഫ്രീ ട്രൈ നമുക്ക് കൊടുത്തു നോക്കാം. കിട്ടിയാൽ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ ഗൈസ്. ഇല്ല, ഇതിൽ പ്ലേസ് ഇല്ല. ഇതിന് കറക്കുന്നൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൽ ട്രസ്റ്റഗനാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ അത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് പാക്കിൽ വന്നിട്ടുള്ള മാറ്റമാണ്. പാക്കിൽ വന്നിട്ടുള്ളത് നെയ്മർ ആൻഡ് മെസ്സി. ഈ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. നെയ്മറിൻ്റെ പരിക്ക് പറ്റിയ ആ സമയത്തുള്ള ഒരു കാർഡാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. നെയ്മറിൻ്റെത്, മെസ്സിയുടേത് നല്ല ആ സമയത്തുള്ള ഒരു മെസ്സിയുടെ ഇതാണ് വന്നിട്ടുള്ളത്. എല്ലാ പ്ലേയേഴ്സും ഈ പാക്ക് എടുക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ കാര്യമായിട്ടുള്ള കോയിൻ സെയിലുണ്ട്. 260 കോയിന് കിട്ടും. 89
പൈസ ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ 840 കോയിന് 360 രൂപയുള്ളൂ. വൻ ഓഫർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഗൈസ് മിഷനിൽ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ മാത്രമേ ഉള്ളൂ. ടീമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല മൂവിങ്ങിൽ തന്നെയാണ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഗൈസ്. അപ്പം നമ്മൾ മെസ്സിയെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കാം എന്താണ് സംഭവം, അങ്ങനെയൊക്കെ നമുക്ക് നോക്കി നോക്കാം. നമുക്ക് കിട്ടിയ ഫ്രീ മെസ്സിയാണ്. മെസ്സി റൈറ്റ് വിങ് ആണ് തോന്നുന്നത്. ഗൈസ് മെസ്സി കാണുന്നില്ല ഗൈസ്, നമ്മുടെ ഫ്രീ മെസ്സിയെ കാണുന്നില്ല. റൈറ്റ് വിങ്ങിലാണെന്ന് തോന്നുന്നത്. അതെ, കിട്ടി. ഡബിൾ ബൂസ്റ്റർ മെസ്സി. അങ്ങനെ മെസ്സി നമ്മൾ ട്രെയിൻ ചെയ്തു. ഇനി പ്രോഗ്രസ് ചെയ്യാണ് ഗൈസ്. ഓട്ടോ ഡെവലപ്പ് ഗൈസ്, ഇത് ക്യാൻസൽ ചെയ്യണം. എന്താണെന്ന് ഒരു പിടുത്തമില്ല ഗൈസ്. നമ്മൾ ഗെയിം ഓപ്പൺ ആയിട്ടുള്ളൂ. ഇനി എല്ലാം ഒന്ന് നമുക്ക് എയിമായിട്ട് വരുന്ന ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് ഉണ്ട്. അതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ തന്നെ നമ്മൾ ചെയ്ത് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെക്കമെൻഡിലൊന്ന് ചെയ്ത് നോക്കുകയാണ്. ഗൈസ് ഇതൊക്കെ ഫുള്ള് മാറിപ്പോയിട്ടുണ്ട് ഗൈസ്. എന്താന്ന് വരെ ഇത് ചെയ്ത് വെച്ചത് തന്നെ. നമ്മൾ ഓക്കെ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായി വരുന്നുണ്ട്. നമുക്ക് സ്ക്വാഡിൽ മെസ്സിയുണ്ട്. 101 മെസ്സിയാണ്. മിക്കവാറും 103 കയറാൻ സാധ്യതയുണ്ട്. ഡബിൾ ബൂസ്റ്റാണ്. 101 മെസ്സിയാണ് ഇപ്പോൾ നമുക്ക് കയറിയിട്ടുള്ളത്. സോ ഗൈസ് വെരി എക്സൈറ്റിംഗ് പ്ലേയേഴ്സുകൾക്കൊക്കെ എല്ലാവരും വെരി എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു ഗെയിം ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ ഗെയിം ഓപ്പണായി. ഒരു ഫ്രീ ട്രൈ കൂടി ഉണ്ട്. നമുക്ക് വെറുതെ ഒന്ന് കറക്കി നോക്കാം. കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. ഇതിലാരുമില്ല. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ബൈ.